ഷീജാവധം അധ്യായം 12 ക്രൈം ത്രില്ലർ. എന്താണ് നിങ്ങൾ പുറകിലെ വാതിൽ തുറന്നാണോ എന്ന് കിടന്നിരുന്നത് നോക്കാതിരുന്നത്? സർ, എനിക്കപ്പോൾ അങ്ങനെ തോന്നിയില്ല. അതെ, അതെന്തുകൊണ്ടാണ് തോന്നാത്തത് എന്നാണ് ചോദിച്ചത്. സാധാരണഗതിയിൽ മുൻവശത്തെ വാതിൽ തുറന്നില്ല എങ്കിൽ പിറകുവശത്തെ വാതിൽ തുറക്കാൻ ശ്രമിക്കും. ആരെങ്കിലും തുറന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഇവിടെ അതൊന്നും ഈ സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല. അവരൊന്നും മിണ്ടാതെ നിലത്തേക്ക് നോക്കിയിരുന്നു. എന്നിട്ടെന്താണ് സംഭവിച്ചത്? ഐശ്വര്യ അവരുടെ പിന്നിൽ നിന്നും ചോദിച്ചു. പോലീസും നാട്ടുകാരും എല്ലാം കൂടി പിൻവാതിലിലൂടെ അകത്തേക്ക് കയറി. മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കാകെ ഇരുട്ട് കയറുന്നത് പോലെയായിരുന്നു. അപ്പോഴേക്കും ആളുകൾ എന്നെ താങ്ങിപ്പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇളയ മോള് ഷീബയുണ്ടായിരുന്നു കൂടെ. അവിടെ പോയപ്പോൾ എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു. പിന്നെ ഒരു മയക്കമായിരുന്നു. എന്നിട്ട് എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ഷീജയെക്കുറിച്ച് ഷീബയോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, കൊച്ചിന് സുഖമില്ല, ഇപ്പോൾ വിശ്രമിക്കുക എന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി നേരെ ശാന്തി കവാടത്തിലേക്കായിരുന്നു. അവിടെ എത്ര മണിക്കാണ് എത്തിയത്? രാത്രി ഒരു 8-നും 9-നും ഇടയിലുള്ള സമയം. രാത്രിയല്ലേ? അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു ഷീജയുടെ ശരീരം വീട്ടിൽ കൊണ്ടുവരാതിരുന്നത്? അവിടെ കൗൺസിലറും പിന്നെ കുടുംബക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് ശരിക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ കാണണം. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്ഥലമുണ്ട്, അവിടെ അടക്കിയില്ലെങ്കിലും വേണ്ട, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാലോ, വിളക്കും തിരിയൊക്കെ വെക്കാലോ, എൻ്റെ സ്ഥലത്തടക്കാൻ. പക്ഷെ ആരും കേട്ടില്ല സാറേ. അവർ കരയുകയായിരുന്നു. ഐശ്വര്യയുടെ ഫോൺ ശബ്ദിച്ചു. ഫോണുമായി ഐശ്വര്യ പുറത്തേക്ക് നടന്നു. ഒരു മൃതദേഹം കത്തിക്കുന്നതിന് മുമ്പ് ഒരു സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കണം. അതാരാണ് ഒപ്പിട്ട് കൊടുത്തത്? ഷീബയാണ് സാറേ. കൊച്ചിനറിയില്ലല്ലോ. ഷീജയുടെ കട്ടിലിന് അടിയിൽ നിന്നും കത്തിയും മറ്റു മാരകായുധങ്ങളും കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. എന്താണ്? ഷീജ ആരെയോ പേടിച്ചിരുന്നു. ആരെയാണത്? ഇടയ്ക്ക് എന്നെ ഒരു വണ്ടി ഇടിച്ചു നിർത്താതെ പോയി, മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതുപോലെ. അതിൽ പിന്നെ കൊച്ചിന് ഭയങ്കര പേടിയാണ്. ഐശ്വര്യ പുറത്തുനിന്നും സത്യൻ്റെ അരികിലെത്തി ചെവിയിലെന്തോ മന്ത്രിച്ചു. കരണിനെയും ദിലീപിനെയും വിളിച്ചു ഐശ്വര്യ. ഐശ്വര്യ വീണ്ടും പുറത്തേക്ക് പോയി. ആരാണെന്ന് അങ്ങനെ ചെയ്തത്? നിങ്ങൾ അതിന് സ്റ്റേഷനിൽ കേസ് കൊടുത്തില്ലേ? ഇല്ല സാറേ, കേസൊന്നും കൊടുത്തിട്ടില്ല. അതെന്താ കൊടുക്കാത്തത്? സാറേ, കേസും പൊല്ലാപ്പും ഒക്കെയായി വയ്യ സാറേ. പിന്നെ ആരാന്നും അറിയില്ലല്ലോ. ഷീജ കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾ നല്ല വെട്ടമുള്ള ഒരു ടോർച്ച് വേണമെന്ന് പറഞ്ഞ് ഒരു കടയിൽ ചെന്നില്ലേ? ഒടുവിൽ അവരുമായി തർക്കിച്ച് ഇറങ്ങിപ്പോന്നു. എന്തായിരുന്നു കാരണം? സാറേ, കൊച്ചു കൊല്ലപ്പെടുന്നതിൻ്റെ കുറച്ച് ദിവസം മുൻപ് വീട്ടിലേക്ക് ആരോ കല്ലെറിഞ്ഞതുപോലെ തോന്നിയിരുന്നു. ദൂരെയുള്ള ആളാണെങ്കിലും കാണാൻ വേണ്ടിയാണ് നല്ല ടോർച്ച് വാങ്ങാൻ പോയത്. പക്ഷെ അവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന സാധനം ഞാൻ എടുക്കണമെന്ന പോലെയായിരുന്നു അവരുടെ സംസാരം. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് തർക്കിച്ചാണ് ഇറക്കി പോകുന്നത്. അപ്പോൾ എന്തിനായിരുന്നു നിങ്ങൾ കുളിക്യാമറ? അത് ഷീജ കൊച്ചു വാങ്ങിച്ചതാണ് സാറേ. എന്തായിരുന്നു അങ്ങനെ ഒരെണ്ണം വാങ്ങാൻ കാരണം? വീടിൻ്റെ അടുത്തൊരു അയൽവാസിയുണ്ട് സാറേ. അവനെക്കൊണ്ട് വലിയ ഉപദ്രവമായിരുന്നു. അവൻ കൊച്ചിനെ കാണാൻ നഗ്നതാ പ്രദർശനവും തോന്നിയാസവും പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ കേസ് കൊടുത്തില്ലേ? കൊടുത്തു സാറേ. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്കുള്ളതല്ലല്ലോ പോലീസ് സ്റ്റേഷൻ. എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ആരും പറയണ്ട സാറേ. അനുഭവം അതാണല്ലോ ഏറ്റവും വലിയ തെളിവ്. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോയ എൻ്റെ കൊച്ചിനെ ഒരു 4-5 പോലീസുകാർ ചേർന്ന് വളഞ്ഞു സാറേ. എന്നിട്ട് ഒരുമാതിരി ചോദ്യമാണ്. അതൊരു പ്രായപൂർത്തിയായ കൊച്ചല്ല സാറേ. എന്താണ് കണ്ടത്? എങ്ങനെയാണ് കണ്ടത്? നിനക്കിഷ്ടപ്പെട്ടോ? അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചു സാറേ. എൻ്റെ കൊച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് ഒരു വീഴിലായിരുന്നു. സത്യൻ പതറി തുടങ്ങിയതുപോലെയായിരുന്നു. അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയാത്തതുപോലെ, അവരെ ആശ്വസിപ്പിക്കാൻ കഴിയാത്തതുപോലെ. അപ്പോഴേക്കും അവിടെ കരണും ദിലീപും എത്തിയിരുന്നു. അവർ നീട്ടിവലിച്ച് സത്യന് ഒരു സല്യൂട്ട് അടിച്ചു. എവിടെ? അവരെത്തിയോ? യെസ് സർ, കൊണ്ടുവന്നിട്ടുണ്ട്. കൗൺസിലറും അയൽവാസിയും മുൻപ് കണ്ട സെൻ ഡ്രൈവറും കൂട്ടത്തിലുണ്ടായിരുന്നു. ആ, നിങ്ങളിരിക്കി. എല്ലാവരും ഇരുന്നു. ഐശ്വര്യ, സത്യൻ എന്തിനാണ് വിളിച്ചത് എന്ന് ഐശ്വര്യയ്ക്ക് മനസ്സിലായി. അവൾ എല്ലാവരുടെയും കയ്യിൽ നിന്നും ഫോൺ വാങ്ങാൻ തുടങ്ങി. പക്ഷേ സെൻ ഡ്രൈവർ ഫോൺ കൊടുക്കാൻ ഒരു മടി പോലെ. സാറേ, ഇമ്മാതിരി ഉമ്മാക്കിയൊന്നും ഇവിടെ നടക്കില്ല. ആ കൊച്ചിനെ കൊന്നതിന് ഒരു പ്രതിയെ പോലീസിന് കിട്ടിയില്ലേ? ഇനിയും എന്നാത്തിനാ?
ഞാൻ ആരാണെന്ന് സാറിന് ശരിക്കും അറിയാഞ്ഞിട്ടാണ്. സത്യൻ അയാളെ ഒന്ന് നോക്കി. ക്ഷമിക്കണം സാറേ, അറിയാതെ ആളറിയാതെ പറ്റിപ്പോയതാ. അയാൾ ചുറ്റിലുമുള്ളവരെ മണ്ടന്മാരെ പോലെ ഒന്ന് നോക്കി. കരണേ, സാറിന് ആ മുറിയിലേക്ക് ഇരുത്തിക്കും. കരണിനൊപ്പം അയാൾ അടുത്ത മുറിയിലേക്ക് നടന്നു. അതെന്താ സാറേ, അയാൾക്ക് മാത്രം ഒരു പ്രത്യേകത? ഞാൻ ഈ നാട്ടിലെ കൗൺസിലറല്ലേ? പെട്ടെന്ന് അകത്ത മുറിയിൽ നിന്നും അയാളുടെ കരച്ചിൽ കേട്ടു. കൗൺസിലർ ഞെട്ടലോടെ അങ്ങോട്ട് നോക്കി. എന്താണ് സാറേ? സാറിനും അവിടെ ഒരു സീറ്റ് റെഡിയാക്കട്ടെ. അയാൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. എന്താടോ, ഷീജയുടെ ക്യാമറയെ മുഴുവൻ തൻ്റെ തുണിയും കോണാനും ഇല്ലാത്ത നഗ്നത പ്രദർശന ചിത്രങ്ങളാണല്ലോ. അയൽവാസി അത് കേട്ട് ഞെട്ടി. സാർ അത് പറ, ബാക്കി പോരട്ടെ. ഈ തള്ളയും മൂളും കൂടി എന്നും വഴക്കാണ് സാറേ. പടകാളി ഏരിയ എന്നാണ് ആ സ്ഥലത്തിന് ആളുകൾ ഒളിഞ്ഞു വിളിക്കുന്ന പേര്. ഞങ്ങൾക്കും കുടുംബം കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ? ഇവർ കാരണം ആ സ്ഥലത്തിന് വില പോലും കിട്ടാതെ. അതുകൊണ്ട് താൻ ഇവരെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ തീരുമാനിച്ചു അല്ലേ? അയ്യോ, ദേഷ്യമുണ്ടെങ്കിലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. എങ്കിൽ കൗൺസിലർ പറ, എന്താണ് ഷീജയെ അന്ന് രാത്രി തന്നെ കത്തിക്കാൻ കാരണം? അത് പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇവിടെ തുടരുകയാണ്. നമ്മുടെ നോവലിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ തന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.